Hello! Welcome back to 7 Days Crochet Tutorial Series. ഇന്ന് നമ്മളുടെ ഫിഫ്ത്ത് ഡേ ആണ് ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിൻ്റെ. ഇന്ന് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലീഫ് സ്പ്രൗട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് രീതിക്കുള്ള യൂസസ് ഉണ്ട്. അതൊക്കെ ഞാൻ എൻഡിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന 2 ലീഫ് സ്പ്രൗട്ട് എന്ന് പറയുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് 1-2 പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ടൈപ്പ് യാനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന യാനിൻ്റെ പേരാണ് പറഞ്ഞു പോകാറുള്ളത്. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഏത് യാനാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അധികം വൈകാതെ തന്നെ ചെയ്യാം. ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ മേ ബി നിങ്ങൾക്കത് മിസ്സായി പോയിട്ടുണ്ടാവും. ഒരു ലോങ് വീഡിയോ അതിനെപ്പറ്റി നമുക്ക് വൈകാതെ ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ ഡിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്രിലിക് യാനും ഇത് കോട്ടൺ യാനും കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിന് തന്നെ നല്ലൊരു വ്യത്യാസം കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ലീഫിന് ചെറിയൊരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അത് ഇരിക്കാൻ കുറച്ച് മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ കോട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രക്ചറിൽ ഇരിക്കുന്നുണ്ട്. അവന് ഒരു കുഴപ്പമില്ല, നല്ല ഹാർഡായിട്ട് നല്ല ഒരു ഭംഗിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ യാനാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്ത് നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആക്രിലിക് യാനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് വെച്ചും ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ യാനാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ യാനിൻ്റെ മേലെ തന്നെ അതിൻ്റെ ഹുക്ക് സൈസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രോഷേ ചെയ്യുമ്പോൾ ഹുക്ക് സൈസ് വരുന്നത് 4.5 mm ആണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 mm ഹുക്കാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു സ്റ്റിച്ചസ് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഐറ്റം ചെയ്യുന്ന സമയത്ത് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇതൊരു 3 ply കോട്ടൺ യാണാണ്. ഓക്കെ, ഈ ഹുക്ക് സൈസുകൾ, അതേപോലെ ഇതെന്താണ് ഈ ഒരു നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് മിസ്സായി പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ഞാൻ വൈകാതെ തന്നെ ഒരു ലോങ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും വിഷമിക്കേണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ കൂടെ കൂടിക്കും, നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും ഇനി മിസ്സാവാതിരിക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സാധാരണ പോലെ ഒരു സിസറാണ്, പിന്നെ ഒരു സൂചി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ അറ്റത്ത് മൊനയില്ലാത്ത നമ്മളുടെ ക്രോഷേ ഐറ്റം തുന്നാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സൂചിയും കൂടെ വേണം. ഇനി അത് കോർക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാനത് കോർക്കുന്ന ഈ ഒരു ഐറ്റവും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും മാൻഡേറ്ററി അല്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ കുറച്ച് സമയം സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഈ ഒരു ലീഫ് സ്പ്രൗട്ട് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ്. എനിക്കിത് ഒരു 2-3 ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആർക്കെങ്കിലും നമുക്കൊരു ഗിഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് നമ്മൾ പഠിച്ചതുപോലെ ജസ്റ്റ് നമുക്ക് ഒരുപാട് ടൈപ്പിൽ സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഈ കയ്യിലൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മുടെ ഈ ഹുക്ക് കൊണ്ട് ഈ പുറകുവശത്തുള്ള ഈ ഒരു യാൻ ഇങ്ങനെ പുള്ളി ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴേക്ക് കണ്ടില്ലേ, ഇവിടെ ഒരു നോട്ട് വീഴും, ഒരു കെട്ട്. ഇതാണ് നമ്മൾ പറയുന്ന സ്ലിപ്പ് നോട്ട്. ഇനി ഇതിനെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 അറ്റം ഇങ്ങനെ മെല്ലെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റായി കിട്ടും. സിമ്പിളല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചസ് ആണ്. ചെയിൻ സ്റ്റിച്ച് നമ്മളൊരു 10 ചെയിനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഹുക്കിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ലൂപ്പ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇതിനെ മെല്ലെ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടോ? ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി രണ്ടാമത്തതും അതേപോലെ ഇങ്ങനെ പുള്ളി ചെയ്തെടുക്കുകയാണ്. 2, അങ്ങനെ നമ്മൾ ടോട്ടൽ 10 എണ്ണമാണ് കേട്ടോ ഇവിടെ ചെയ്യേണ്ടത്. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ,
ഈ ഒരു 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതേപോലെ ചെയ്തു പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു പാറ്റേണും കൂടെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വായിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് പോയാൽ മതി. ഇനി അല്ലാത്തവരാണെങ്കിൽ ബിഗിനേഴ്സൊക്കെ ഞാൻ പറയുന്നത് ഫോളോ ചെയ്ത് പൊയ്ക്കോളൂ. അതേപോലെ നിങ്ങൾക്കും ഇങ്ങനെ എഴുതി പോകുന്ന പാറ്റേൺ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോയും ഞാൻ വൈകാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊരു പാറ്റേൺ കിട്ടിയാലും അത് വായിച്ച് ചെയ്യാനുള്ളൊരു സ്കില്ലും കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഇവിടെ എഴുതി പോകുന്നത് എന്നോർത്തിട്ട് ഇപ്പോൾ ആരും ബോധേഡ് ആവണ്ട, അല്ലെ ടെൻഷൻ ആവണ്ട. അത് നമുക്ക് വൈകാതെ വഴിയെ പഠിക്കാം കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 10ാമത്തെ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിന് തൊട്ട് മുന്നേ ആ 9ാമതുള്ള ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ഈ ഒരു ലീഫ്. നമ്മൾ ചെയ്യുന്നത് 1ാമത്തെ ലീഫാണ്, 1ാമത്തെ ഇലയാണ്. അപ്പോൾ ചെയ്യുന്നത് മെല്ലെ ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകാൻ നേരം ഇത് ഊരിപ്പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ തം ഫിംഗറും മിഡിൽ ഫിംഗറും കൊണ്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഈ ഒരു 2 ഫിംഗേഴ്സ് കൊണ്ട് നമ്മുടെ ഹുക്ക് ഇവിടെ ഇതേപോലെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങോട്ടും പോവില്ല. നമ്മുടെ ഈ ഒരു ചൂണ്ട് വിരൽ ഇവിടെ ഫ്രീ ആയി കിട്ടുകയും ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഇതിനെ ഇതേപോലെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാനും അങ്ങനത്തെയൊക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടി, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ചൂണ്ട് വിരൽ ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെ ആ ടെക്നിക്ക് യൂസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഇവിടെ ഒന്ന് ജസ്റ്റ് പിടിച്ചു കൊടുത്തിട്ട് വേണം മെല്ലെ. അപ്പം ഹുക്ക് അതിനനുസരിച്ച് മാറുന്നതിന് കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പൊസിഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്തതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മുടെ ഹുക്കിൽ നിന്ന് ലൂസായി ഊരിപ്പോകാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടൈറ്റായി പിടിച്ചു കൊടുത്തിട്ട് ഇനി മെല്ലെ നമ്മുടെ ഹുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പുറകിലുള്ള സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അവിടെ നിന്ന് ഒരു പ്രാവശ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതുപോലെ ഇതിനെ ഇങ്ങനെ പുള്ളി ചെയ്ത് ഒന്ന് പുറത്തേക്ക് എടുക്കുവാണ്. ഇനി അവിടെ തീർന്നിട്ടില്ല. ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ നമ്മളുടെ ഓൾറെഡി ഹുക്കിലുണ്ടായിരുന്നൊരു ലൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരൽ വെച്ച് പിടിച്ചു കൊടുത്തത്, അതിലേക്ക് നമ്മളിങ്ങനെ ഡയറക്റ്റ് പുള്ളി ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ഇപ്പോഴാണ് നമ്മളുടെ ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഇനി ഈ സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷയാണ്. സിംഗിൾ ക്രോഷേ ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഓൾറെഡി പഠിച്ച സ്റ്റിച്ചസ് ആണ്. ഇനി ഈ സ്റ്റിച്ചസൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവർ അതുകൂടെ എടുത്തൊന്ന് നോക്കിയിട്ട് ചെയ്യണം, ഇൻ കേസ് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നമ്മളുടെ ഹുക്ക് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിനകത്തേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പതുക്കെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കുവാണ്. എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടെ പുള്ളി ചെയ്ത് ഈ 2 ലൂപ്പിൻ്റെയും കൂടെ പുറത്തേക്ക് എടുക്കുവാണ്. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ആണ് നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൽ. അപ്പം ഞാൻ ഇതിന് പറഞ്ഞു പോയി ചെയ്യുവാണ്, നിങ്ങളതൊന്ന് നോക്കിയിട്ട് വേണം ഇത് ഫോളോ ചെയ്യാൻ. അപ്പം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഹുക്കിലൊന്ന് ചുറ്റിയെടുത്തിട്ട് അടുത്ത സ്റ്റിച്ചിനകത്തേക്ക് കൊണ്ടുപോയി അടുത്ത ഒരു ലൂപ്പ് ഇതേപോലെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ലൂപ്പ് വന്നിട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇതേപോലെ പുള്ളി ചെയ്ത് ഈ 3 ലൂപ്പിൻ്റെയും അകത്ത് കൂടെ ഒന്നിച്ച് ഇതേപോലെ കൊണ്ടുവരുവാണ്. ഇതാണൊരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ്. ഡബിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന്
ചുറ്റിയെടുത്ത് ഇപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത സെയിം മെത്തേഡ് ഇനി അടുത്തൊരു സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് മെല്ലെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നോക്കുമ്പം 3 ലൂപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് ഞാൻ ചുറ്റിയെടുത്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിന് ഉള്ളിൽ കൂടെ ഇതേപോലെ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ മാത്രം ഇതേപോലെ പുള്ളി ചെയ്ത് എടുക്കുക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇനിയും 2 ലൂപ്പ് ബാക്കിയുണ്ട്. ഒന്നുകൂടെ നമ്മൾ ഇതേപോലെ പുള്ളി ചെയ്ത് ആ 2 ലൂപ്പിൽ കൂടെയും കൊണ്ടുവരികയാണ്. ഇപ്പം നമ്മളുടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചാണ് അടുത്ത ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതേപോലെ 2 പ്രാവശ്യം ഞാനിങ്ങനെ നമ്മുടെ ഈ ലൂപ്പിൽ നമ്മുടെ ഹുക്കിൽ ചുറ്റിയെടുത്തതിന് ശേഷം അടുത്ത ചെയിൻ സ്റ്റിച്ചിനകത്തേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ പുള്ളി ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ നോക്കുമ്പോൾ 4 ലൂപ്പാണ് നമ്മുടെ ഈ ഒരു ഹുക്കിൽ വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തതുപോലെ ആദ്യത്തെ 2 ലൂപ്പിനകത്ത് കൂടെ മാത്രം ഇതേപോലെ ഞാൻ പുള്ളി ചെയ്ത് കൊണ്ടുവരിക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇനി 3 ലൂപ്പ് ബാക്കി വരും. അപ്പം ഒന്നും കൂടെ ഇതേപോലെ ചുറ്റിയെടുത്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ അകത്ത് കൂടെയും ഇനി നോക്കുമ്പം പിന്നെയും 2 ലൂപ്പ് ബാക്കിയുണ്ട്. അപ്പം ഇനിയും അതേപോലെ അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മൾ ഇതേപോലെ ഞാൻ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ട്രിപ്പിൾ ക്രോഷേ ഇൻക്രീസ് സ്റ്റിച്ച് ആണ്. അപ്പോൾ ഇൻക്രീസ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ സെയിം സ്റ്റിച്ച് തന്നെ നമ്മളിവിടെ 2 എണ്ണം പെർഫോം ചെയ്യണം. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തു. ഇനിയും നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ കൂടെ സെയിം ചെയ്ത അതേ സ്റ്റിച്ചിലാണ് അടുത്ത സ്റ്റിച്ചിലല്ല കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ ഒരു ട്രിപ്പിൾ ക്രോഷേ കൂടെ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ ഇൻക്രീസ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളുടെ അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷേ ആണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടാണ് പോകേണ്ടത്. അതായത് ഇനി ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷേ, അടുത്തതിലൊരു ഹാഫ് ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞൊരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അടുത്തതൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതേപോലെ ഞാനകത്ത് 2 ലൂപ്പ് ഉണ്ടാവും. നമ്മൾ ഇതേപോലെ ചുറ്റിയെടുത്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെയും രണ്ടാമത്തെ 2 ലൂപ്പിൽ കൂടെയും കൊണ്ടുവരുമ്പം ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്തതുപോലെ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷേ വരുമ്പം ഈ ഒരു 3 ലൂപ്പിൻ്റെയും അകത്തേക്ക് നമ്മൾ ഇതേപോലെ കൊണ്ടുപോകും. ഇനി അടുത്തതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ ഇതേപോലെ 2 ലൂപ്പിനകത്ത് കൂടെ മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ബാക്കിയുണ്ട്. ആ ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ പറഞ്ഞ പോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ മാറിപ്പോകരുത്, വേറെ സ്റ്റിച്ചുകളൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ ഞാൻ പുള്ളി ചെയ്തെടുത്തിട്ട് നമ്മുടെ ഹുക്കിലുണ്ടായിരുന്ന ലൂപ്പിനകത്ത് കൂടെയും ഇതേപോലെ എടുക്കും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലീഫിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു ലീഫ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു എൻഡ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, ഇതിനെ ഞാനിനി ഇതിനകത്തേക്ക് വെച്ചിട്ട് അങ്ങ് തയ്ക്കുവാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ പിന്നെ ഇത് തുന്നി വെക്കുന്നത് ഒരു എക്സ്ട്രാ പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീറ്റ്നെസ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ ഇതിനകത്ത് കൂടെ നമ്മളിനി തുന്നിപ്പോവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്ത് ഇവിടെ നിർത്തി. ഇനി ഞാനിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒരു നേരത്തെ ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു അറ്റം ഇവിടെ കാണുന്നില്ലേ, അവിടെയാണ് നമ്മളിനി അടുത്ത ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ച് നമുക്കിവിടെ കാണാമല്ലോ. ഇതാണ് നമ്മളുടെ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു നൂലിൻ്റെ അറ്റം
ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അത് അവിടെ തന്നെ ഇങ്ങനെ നമ്മൾ പിടിച്ച് വെച്ചിട്ട് അതിനകത്തൂടെ വേണം ഈ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിൻ്റെ അകത്ത് കൂടെ അങ്ങ് പൊയ്ക്കോളും. ഓക്കെ, ഒരു സിംഗിൾ ക്രോഷേ ഇവിടെ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ദേ അടുത്ത നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരറ്റം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്തേക്ക് ദേ ഈ കാണുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹാഫ് ഡബിൾ ക്രോഷയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ പകുതി വരെ ചെയ്തു, അത് തന്നെ റിപ്പീറ്റ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ചെയ്തു. ഇനി ഈ സെയിം സാധനം തന്നെയാണ് നമ്മളിതിൻ്റെ ഒരു മിററിങ് പോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ചെയ്തു, അതേപോലെ അതിൻ്റെ റിവേഴ്സ് ഇവിടെ ചെയ്തു, ഇതേപോലെ തന്നെ ഇവിടെ ഓപ്പോസിറ്റും ചെയ്യും, അതിൻ്റെ റിവേഴ്സ് ഇവിടെയും ചെയ്യും. ഓക്കെ, അപ്പം എൻ്റെ കൂടെ ഒന്നിച്ച് ഫോളോ ചെയ്തോ. നമ്മളിവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പം ദേ ഈ കാണുന്ന ഒരു സ്റ്റിച്ചിലേക്കാണ് നമ്മൾ അത് ചെയ്യേണ്ടത്, ആ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക്. ഓക്കെ, സിമ്പിളായിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത്, അപ്പം നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഈ നൂല് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അവനിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേക്കണം കേട്ടോ, എന്നാലും അതിനകത്തേക്ക് അങ്ങ് പോകുള്ളൂ. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് അടുത്ത ചെയിനിലേക്ക് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ലൂപ്പിലേക്കും പിന്നെയുള്ള 2 ലൂപ്പിലേക്കുമാണ് ഡബിൾ ക്രോഷേസ് ചെയ്യുന്നത്. അടുത്ത ട്രബിൾ ക്രോഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇവിടെ ഈ കാണുന്ന ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇതേപോലെ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രബിൾ ക്രോഷേ ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ കണ്ടത് ഈ ഒരു നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെയിൻ സ്റ്റിച്ചിനകത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 2 ലൂപ്പിലേക്കും പിന്നെയുള്ള 2 ലൂപ്പിലേക്കും അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് വരുന്ന 2 ലൂപ്പിലേക്കും അങ്ങനെ ആണ് നമ്മളൊരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത്. അത് തന്നെ ഒരെണ്ണം കൂടെ നമ്മളിവിടെ ചെയ്യുവാണ്. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്, അടുത്ത സ്റ്റിച്ചിലല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത് ഇനി. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടേക്കാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അത് റിവേഴ്സ് വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മളിനി ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ലീഫിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ചൂടെ ചെയ്ത് ഈ ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാലുണ്ടല്ലോ, അതിനെ അങ്ങ് മെല്ലെ കട്ട് ചെയ്ത് വിടുവാണേ. കാരണം ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ഇവിടെ നമ്മൾ ഇത്രയും ഇതിനകത്ത് കൂടെ തന്നെ തിരിച്ചും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് വിട്ടു പോകുന്നില്ല. മാക്സിമം എൻഡിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ ഒരു ഇല അതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇലയും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പാറ്റേൺ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് ഇല ഇനി ഇത് കട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇനി ഇവിടെ നിന്ന് 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി ഈ 10 ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ ഈ ഇലയ്ക്ക് വേണ്ടി എങ്ങനെയാണോ സ്റ്റിച്ചുകൾ ചെയ്തത് അതേപോലെ തന്നെയാണ് സ്റ്റിച്ചസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ
ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് സ്റ്റിച്ചിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ ഇനി. അപ്പോൾ സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണണമെങ്കിൽ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്താൽ മതി കേട്ടോ, ആദ്യത്തെ ആ ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് അത് മനസ്സിലാവും. എന്നിട്ട് ഈ ഒരു ലീഫും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ്, അതായത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഒരു ഡബിൾ ക്രോഷേ, അടുത്തതൊരു ട്രബിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. ഈ ഒരു ട്രബിൾ ക്രോഷേ ഇൻക്രീസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് അടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്ക്. അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷേ, അടുത്തതൊരു സിംഗിൾ ക്രോഷേ, പിന്നെ കറക്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ ഹാഫ് പോർഷൻ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയതുണ്ടല്ലേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ത്രെഡ് ഈ ഇലയുടെ പുറകു വശത്ത് കൂടെ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരണം. നമ്മൾ നേരെ ഇതിനെ ഇങ്ങനെ ഒന്ന് തിരിച്ച് പിടിക്കണം. ഓക്കെ, നമ്മൾ നല്ലപോലെ സ്റ്റിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട്, എന്നാലേ ഈ ഒരു ഇലയ്ക്കും കൂടെ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ, നല്ലത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ഇവിടെയുള്ള ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റ് ആയിരിക്കണം, അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് പ്രഷർ ചെയ്ത് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത സെയിം പാറ്റേൺ, സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞൊരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞൊരു ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ട്രബിൾ ക്രോഷേ ഇൻക്രീസ്, ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 2 ട്രബിൾ ക്രോഷേ ആണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇത് കോട്ടൺ യാൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇതുപോലെ എഴുന്നേഴ്ന്ന് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളിതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എഴുന്നേഴ്ന്ന് വന്ന് എൻ്റെ ഹുക്കിൽ ഇതേപോലെ അത് തട്ടിപ്പോകുന്ന കാണുന്നുണ്ടായിരിക്കും. അത് കോട്ടൺ യാൻ ആയതുകൊണ്ടാണ്. മാത്രമല്ല ഈ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പം ഒരു കെട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫുള്ള് കെട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇൻഡെന്ന് പറയുന്നത്, അത് അഴിച്ചിട്ട് എടുത്തപ്പോഴേക്ക് ഈ ആൻ്റെ ആ ഒരു സ്ട്രക്ചറുണ്ട്, അത് കുറച്ചൊന്ന് ലൂസായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നത്. നിങ്ങളതൊന്നും നോക്കണ്ട, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അടുത്തത് നമ്മളുടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ്. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് തീരാനായി. അടുത്തതിൽ സിംഗിൾ ക്രോഷേ ആൻഡ് ലാസ്റ്റത്തെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക്
ഇതാ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്താൽ നമ്മുടെ രണ്ടാമത്തെ ഇലയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ 2 ഇലകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതേപോലെ സ്ട്രക്ചറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഫുൾ ഇത് നൂലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് വരുമ്പോഴേക്ക് കറക്റ്റ് അതിന് ആ ഒരു സ്ട്രക്ചർ അത് ചിലപ്പം കിട്ടണമെന്നില്ല. പക്ഷേ നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ഇത് സ്ട്രെച്ച് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാനുള്ളൊരു ടെൻഡൻസി ഇതിനുള്ളതാണ്. അങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് കറക്റ്റ് ആയിക്കോളും. ഇനി ഞാൻ ഈ ഒരു നൂല് കുറച്ച് നീളത്തിൽ, ഒരുപാട് വേണ്ട, ഒരു കുറച്ച് നീളത്തിൽ മതി. ഇതേപോലെ ഇത്ര മതി. ഇതിന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കെട്ടാക്കുവാണ് കേട്ടോ. കണ്ടില്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ നെക്സ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണ്. നമ്മളുടെ സൂചി എടുത്തിട്ട് ഈ ഒരു നൂലിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഒന്ന് തുന്നി കൊടുക്കാനുണ്ട്. ഈ ഒരു ടൂൾ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എപ്പോഴെപ്പോഴും ഇതിനകത്തുകൂടി ഇതേപോലെ നൂല് പുറത്തെടുക്കുക എന്ന് പറയുന്നത് എന്നെ അപേക്ഷിച്ച് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. സമയം വെറുതെ ഞാൻ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ മമ്മിക്ക് അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട സമയത്തൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാനിതിനെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ എനിക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നമ്മൾ ഈ ഒരു സൂചി കൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് സൂചി വെച്ചിട്ട് ഈ ഒരു നൂല് തുന്നി കൊടുക്കുക. ഫ്രണ്ട് സൈഡിലേക്ക് ഒരു കാരണവശാലും അതിൻ്റെ നൂല് വരാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിന് മുന്നിലൊരു പ്രൊജക്റ്റിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സൂചി ഇതേപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ഫ്രണ്ടിൽ ഇതുണ്ട്. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നൂല് ഇതിലേക്ക് കയറി വരുന്നതാണ്. ഓക്കെ, കണ്ടോ, ഇവിടെ നമ്മുടെ സൂചി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാണാത്ത രീതിക്ക് വേണം നമ്മൾ ഈ ഒരു യാൺ ഇതിനകത്തേക്ക് തുന്നി കൊടുക്കാനായിട്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ സൂചി ഇവിടെ കാണുന്നില്ല. അങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതി. അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ തുന്നിയെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിരുന്നു. അതുപോലെ ഒരുപാട് അങ്ങ് വലിച്ചു കൊടുക്കരുത്. കാരണം ഇതുണ്ട്, ആ ഒരു ഇലയുടെ ആ ഒരു പോയിൻറ്റിങ് സ്ട്രക്ചർ അങ്ങ് പോയി പോകും. അത് പോകാത്ത രീതിക്ക് വേണം നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടെന്ന് വെച്ചാൽ വേറൊരു ഇതേപോലെ അവിടെയുള്ള ഒരു നൂലിനകത്തേക്ക് ഇതേപോലെ നമ്മൾ ഞാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തണ്ടില്ലേ, ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കെട്ട് വീഴും. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്യരുത്. ക്രോഷേസിൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ കെട്ടിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ ഡയറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇതേപോലെ കെട്ടിട്ട് കഴിഞ്ഞിട്ടും കുറച്ച് നൂലകത്തേക്ക് ഇതേപോലെ കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 ക്യൂട്ടായിട്ടുള്ള ഇലകൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു നമ്മളുടെ യാണിൻ്റെ ഒരറ്റം എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ നമ്മളൊരു സ്ലിപ്പ് നോട്ടാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സ്ലിപ്പ് നോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ആവശ്യത്തിന് ഈ ഒരു പാകത്തിന് ഒരു സ്ലിപ്പ് നോട്ട് ഇവിടെ ഉണ്ടാക്കി വെക്കുവാണ്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ലീഫ് എടുത്തിട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 2 ലീഫിൻ്റെ നടുക്ക് ഒരു സ്റ്റിച്ച് വന്നിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് കറക്റ്റ് നമ്മൾ ഈ ഒരു ഹുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെയും അകത്തേക്ക് ഇതേപോലെ കോർത്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സ്ലിപ്പ് നോട്ട് ടൈറ്റ് ചെയ്യുവാണ്. കണ്ടു, മുന്നേ ടൈറ്റ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ നമുക്കിവിടെ ഇതിനകത്തേക്ക് ഇത് എടുക്കാൻ പാടായിരിക്കും. ഇനി ഈ ഒരു എൻഡ് അവിടെ കിടക്കട്ടെ. മറ്റേ എൻഡ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ഞാൻ ഇതേപോലെ ചുറ്റിയെടുത്ത്, നമ്മുടെ ഇവിടെ എത്ര ലൂപ്പുണ്ട് അതൊന്നും നോക്കണ്ട, വേറെ ഒന്നും നോക്കരുത്, ജസ്റ്റ് ഇത്ര മാത്രം ചെയ്യുക. ഇത് രണ്ടും ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം ഇതേപോലെ ചുറ്റി ഒന്ന് മെല്ലെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കണം. ഇതിനെ ഒന്നിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഐഡിയ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് എത്തിക്കഴിയുമ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇവിടെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മളിവിടെ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചസ് ചെയ്താൽ മാത്രം മതി. മാക്സിമം ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒന്നും, അത് കഴിഞ്ഞ് ഫൈനൽ ആകുമ്പോഴത്തേക്കിന് വേറെ ഒന്നുമായിട്ട് അളവ് വരും. 2 ടൈപ്പിൽ അളവ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് ഇത് ടൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മൾ എൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ ഫൈനലായി കഴിയുമ്പോൾ
സ്ട്രെച്ചായി പോവാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് നീളം മാത്രം എടുത്താൽ പോരാ, നമ്മളിതുപോലെ ഒന്ന് വട്ടത്തിലെടുത്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ലെങ്ത് പോരാ. ഇവിടെ എത്ര ചെയിൻ സ്റ്റിച്ച് വേണം എന്നുള്ളത് ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങളാണത് തീരുമാനിക്കേണ്ടത്. അതായത് നമ്മളുടെ ആവശ്യം എന്താണോ, ഇപ്പം നമുക്ക് ബാഗിലൊക്കെ കീ ചെയിനായിട്ട് യൂസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ എടുക്കേണ്ട ഒരു ആവശ്യമാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ ബുക്ക് മാർക്കറായിട്ട് യൂസ് ചെയ്യാനാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് എന്താണോ ആവശ്യം അതിന് വേണ്ടുന്ന ലെങ്ത്ത് നോക്കി എടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വൈറ്റ് ലീഫ് സ്പ്രൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രൗട്ടിൽ ലെങ്ത്ത് കൂടുതലുണ്ട്. ഇവിടെ കാണുന്നില്ലേ, ഈ ഒരു ചെയിൻ സ്റ്റിച്ചസിൻ്റെ ലെങ്ത്ത് ഇത്രയും വരുന്നുണ്ട്. അപ്പം ഇത് വെച്ച് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇതിന് ലെങ്ത്ത് കുറവാണ്. കാരണം ഞാൻ ഇതിന് ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് മെഷർ ചെയ്യുന്നത് ഇതിനെ ഞാൻ എൻ്റെ ഹെഡ്ഫോൺസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇവിടെ ഒരു മെഷർ എടുക്കുകയാണ്. നമ്മുടെ ഇതല്ലോ, ഇത് നമ്മൾ ഇതേപോലെ ചുറ്റി പിടിച്ചതിന് ശേഷം നമ്മുടെ ലീഫ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കിൽ കൂടെ ഇങ്ങനെ എത്തുമോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് എത്തില്ല, ഇച്ചിരി കൂടെ നീളം വേണം. മേ ബി ഒരു 5-6 സ്റ്റിച്ചസ് കൂടെ മതിയായിരിക്കും. അപ്പം അതുകൂടെ ഞാനൊന്ന് ചെയ്തിട്ടെ. ഓക്കെ, 6 ചെയിൻ സ്റ്റിച്ച് കൂടെ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തു ഇപ്പം. അപ്പം എൻ്റെ അളവ് നോക്കണ്ട, കാരണം നമ്മുടെ കയ്യിലുള്ള ഡിഫറെൻറ്റ് സാധനങ്ങളും നമ്മളുടെ ആവശ്യങ്ങളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ മെഷർ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ലീഫിൽ ഇത് തട്ടുന്നുണ്ടോ, മേ ബി ഒരു ഇതുപോലൊരു ഇത്രയും ഗ്യാപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് കറക്റ്റ് തട്ടി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, അത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് അളവ് ഇവിടെ ഓക്കെ ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് നേരെ നമ്മൾ നേരത്തെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സെയിം പോയിന്റിലേക്ക് തന്നെ ഈ ഹുക്കൊന്ന് മെല്ലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പഴയ സ്റ്റിച്ചൊക്കെ ഉണ്ടാവും, അതിനകത്ത് കൂടെ ഒക്കെ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ചിന് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലിൽ കൂടെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. കുറച്ചിത് ടൈറ്റ് ആയതുകൊണ്ട് കുറച്ച് പാടുണ്ടാവും, നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. ഇനി ഞാൻ ഈ ആനിവിടെ നേരത്തെ പോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുവാണ്. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ നമ്മൾ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ മെല്ലെ നമ്മുടെ സൂചി എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ടറ്റവും ഇതുപോലെ നമ്മൾ സൂചിയിൽ കോർത്തെടുത്തിട്ട് തുന്നി കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ്. അപ്പോൾ ബാക്കി വന്ന ഞാനും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മളുടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ലീഫ് സ്പ്രൗട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഇലയുടെ ഇതിനൊരു സ്ട്രെച്ചിങ് ടെൻഡൻസി ഉണ്ട്, നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഷേപ്പിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു പിങ്ക് ലീഫ് സ്പ്രൗട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ എൻ്റെ ഹെഡ്സെറ്റിലാണ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് മെല്ലെ ഒന്ന് ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് ഈ ഇല രണ്ടും ഇതിനൊന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് അകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഇല ഇവിടെ റെഡിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ?
അപ്പോൾ എൻ്റെ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറി. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ബാഗിൽ ഇതേപോലെ യൂസ് ചെയ്യാം. കീ ചെയിന് പകരമായി ഇതേപോലെ കേബിൾസ് നമുക്ക് മടക്കി വെക്കാനാണെങ്കിലും, പിന്നെ ഇങ്ങനെ നമ്മുടെ ഹെഡ്സെറ്റിനൊക്കെ ഒരു എക്സ്ട്രാ അടിപൊളി ലുക്ക് കൊടുക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ബുക്ക് മാർക്കറായിട്ട് ഹോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലും പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ബൈ ബൈ.